അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ വീഡിയോയുടെ തമ്പനയില് ഞാൻ ചില രോഗങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുള്ള ഒരു മേഖലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ദിവസവും പല പ്രാവശ്യം ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് എന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് മുസ്ലിയാർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഏത് മേഖലയാണത്, എന്ത് സംഭവമാണത്, ബഹുമാനപ്പെട്ടവർ പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ ദിവസവും ചെയ്യുന്ന മലമൂത്ര വിസർജനത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അതില് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണത്, എങ്ങനെയാണത്, ബഹുമാനപ്പെട്ടവർ പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. കിബിലാക്ക് നേരെ ഇരുന്ന് നീ പാത്തല്ലേ, റബ്ബിന്റെ വീടാണോർക്കണേ കളിക്കല്ലേ. കിബിലാക്ക് നേരെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. കിബിലാക്ക് മുന്നിട്ടും പാടില്ല, കിബിലാക്ക് പിന്നിട്ടും പാടില്ല. ഇത് പറയുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. ചില വീടുകളിൽ ഈ രൂപത്തിൽ, അതായത് കിബിലാക്ക് മുന്നിട്ടോ പിന്നിട്ടോ വരുന്ന രൂപത്തിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് ക്ലോസറ്റ് വെച്ചിട്ട് കാണാറുണ്ട്. എന്നാൽ അതിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ? ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ബാത്റൂമിനകത്ത്, അതായത് ചുമരുകളെ കൊണ്ട് കെട്ടിമൂടപ്പെട്ട ബാത്റൂമിനകത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കക്കൂസ്, അതായത് ഈ ക്ലോസറ്റ് വെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തെക്ക് വടക്കായിട്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ചിലപ്പോ വാതിൽ തുറക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പൈപ്പ് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് വെക്കേണ്ടി വന്നാൽ അവിടെ ബുദ്ധിമുട്ടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കെട്ടിയുണ്ടാക്കപ്പെട്ട ബാത്റൂമിനകത്ത് ബുദ്ധിമുട്ട് കൊണ്ട് കിഴക്ക് പടിഞ്ഞാറേക്ക് ക്ലോസറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തച്ച് പൊളിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ അത് അതേ രൂപത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പുറത്ത് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴാണ് കിഴക്ക് പടിഞ്ഞാറ് പാടില്ല എന്ന് പറയുന്നുള്ളത്. മാത്രമല്ല, കഷ്ടിക്കലോ പറയേണ്ടതില്ലാരോടും, കാറ്റിന്റെ നേരെ ഇരിക്കലോ നെറികേടും. കാറ്റിന്റെ നേരെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, മാളങ്ങളിൽ തെറ്റാണ് മൂത്ര വിസർജനം, മരണത്തിനും വഴി കൂട്ടുമേ ചില സാധനം. മാളങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. അതില് വല്ല സാധനങ്ങളും ഉണ്ടെങ്കിൽ മരണത്തിന് വരെ കാരണമാകുമെന്ന്, അതായത് അതിൽ വല്ല പാമ്പോ വല്ല ഇഴജന്തുക്കളോ അതിനകത്തുണ്ടെങ്കിൽ അത് വന്ന് കടിക്കാനും നമ്മുടെ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. വിശ്രമസ്ഥലത്തും വഴിയിലും ശരിയല്ല, ചന്ദ്രന്റെ നേരെ ഇരിക്കലും നന്നല്ല. വിശ്രമസ്ഥലത്തും വഴിയിലും, ചില ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്ന സ്ഥലം, ചിലപ്പോ വഴിയിലൂടെ നടന്നു പോകുന്നവർ വിശ്രമിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ വഴി, ഇവിടെയൊന്നും മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചന്ദ്രന്റെ നേരെ, ചന്ദ്രൻ ഉദിച്ചു വരുമ്പോ അല്ലെങ്കിൽ ചന്ദ്രന്റെ നേരെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഫലമുള്ള വൃക്ഷത്തണലിലും സൂക്ഷിക്കണം, അത് സ്വന്തമായാൽ തന്നെയും ഒഴിവാക്കണം. അതായത് ഫലങ്ങൾ പിടിക്കുന്ന വൃക്ഷത്തിന്റെ താഴെ, അത് ചക്കയായാലും മാങ്ങയായാലും എന്തായാലും ഫലങ്ങൾ പിടിക്കുന്ന വൃക്ഷത്തിന്റെ താഴെ, അത് നമ്മുടെ സ്വന്തം മരമാണ്, എന്റെ മരമല്ലേ, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അത് സ്വന്തമായാൽ തന്നെയും പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പ്രത്യേകം പറയുന്നുണ്ട്. മിണ്ടാതിരുന്ന് വിസർജനം ചെയ്യേണ്ടതാ, ഇടഭാഗമിൽ നീ ചാരലേറ്റം നല്ലതാ. മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഇന്ന് ഫോൺ എടുത്തിട്ടാണല്ലോ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കക്കൂസിലിരിക്കാൻ പോകുമ്പോൾ പോലും ചെവിയിൽ നിന്നും ഫോൺ എടുക്കാറില്ല. ബ്ലൂടൂത്ത് വെച്ചിട്ടോ ഇയർഫോൺ വെച്ചിട്ടോ ഒക്കെ അങ്ങനെയാണ് ഇന്നത്തെ കാലം. എല്ലാവരും ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ചില ആളുകളെങ്കിലും അങ്ങനെ ഇല്ലേ. അതുപോലെ തന്നെ ഇടഭാഗമിലേക്ക് ചെറുതായി ഒന്ന് ചാരി കൊടുക്കണമെന്ന, ചുമരിലേക്ക് ചാരണം എന്നല്ല, അതുവഴി പറയുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞിരിക്കല് നല്ലതാണ്. പെട്ടെന്നു തന്നെഴുന്നേറ്റു നീ പോകല്ലേ, ഇസ്തിബ്റ ചെയ്യൽ വാജിബാണൊഴിക്കല്ലേ.
മലമൂത്ര വിസർജനം ചെയ്താൽ ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി പോകാൻ പാടില്ല. ഇസ്തിബ്ര ചെയ്യൽ വാജിബാണ്, ഓർക്കണം എന്ന് പറഞ്ഞേ. ഇസ്തിബ്ര എന്ന് പറഞ്ഞാല് നമ്മൾ മൂത്രം ഒഴിച്ചിട്ട് ചിലപ്പോ മൂത്രത്തിന്റെ തുള്ളികളുടെ ബാക്കി ഉണ്ടാവും. അപ്പോ ഒന്ന് തൊണ്ട അനക്കിയിട്ട്, അതൊക്കെയാണ് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നെ, ഒന്ന് തൊണ്ടയൊക്കെ അനക്കിയിട്ട് ഉള്ള മൂത്രം മുഴുവനും ഒന്ന് പുറത്തു പോയതിനു ശേഷം വെള്ളം കൊണ്ട് വൃത്തിയായി കഴുകിയിട്ടാ മാത്രമേ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. ഖബറിൽ നടന്നിട്ടുള്ളതിൽ പല കേസ്, സൂക്ഷിച്ചു വേണേ നീ എടുക്കാൻ പാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നടന്നു പോകുമ്പോ 2 ഖബറിലുള്ള ആളുകള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതിൽ ഒരാള് മൂത്രമൊഴിച്ചിട്ട് നേരാമണ്ണം വൃത്തിയാക്കാത്ത ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ചരിത്രം നമുക്കറിയാലോ. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഖബറില് ശിക്ഷയുണ്ടാകുന്നത് മലമൂത്ര വിസർജനം ചെയ്തിട്ട് നേരാമണ്ണം ശുദ്ധിയാക്കാത്ത ആളാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ടതാ, അതിനുള്ളതും പഠിച്ചിട്ട് നീ ഓതേണ്ടതാ, നിവന്യനാമം നീക്കലും വേണ്ടുന്നതാ, ഖുർആൻ ഹദീസ് അദ്കാറുകൾ ഉൾപ്പെട്ടതാ. നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലണം. അതുപോലെ തന്നെ വന്യനാമം, അള്ളാഹുവിന്റെ പേരുകള്, അതുപോലെ തന്നെ സ്വലാത്ത്, ദിക്റുകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ, ഇങ്ങനെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്വഹാബത്തുകളുടെ ബദരീങ്ങളുടെ പേര്, ഇങ്ങനെയുള്ള പേരുകളോ അതുപോലെ തന്നെ നമ്മൾ ഖുർആന്റെ വാക്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളോട് കൽപ്പിച്ച ആ ദിക്റ് പുറത്തു നിന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കയറേണ്ടത്, കയറിയിട്ട് അകത്തുനിന്നല്ല പറയേണ്ടത്. അപ്പോ ഇതുപോലെയുള്ള ബഹുമാനിക്കപ്പെടുന്ന സാധനങ്ങളൊന്നും നമ്മൾ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കയറേണ്ടതാണ് ഇടത്ത് കാലും വെച്ചു നീ, ഇറങ്ങേണ്ടതാണ് വലതുകാൽ മുന്തിച്ചു നീ, ഇതിനോട് സാമ്യം ഉള്ള മറ്റു സ്ഥലങ്ങളിൽ ഇത് തന്നെ വിധി കാണുന്നതാ ഗ്രന്ഥങ്ങളിൽ. ഇവിടെ പറഞ്ഞത് നമുക്കറിയാലോ, ബാത്റൂമിൽ കയറുമ്പോ ഇടതുകാല് മുന്തിക്കുക, അതുപോലെ തന്നെ ഇറങ്ങുമ്പോ വലതുകാല് മുന്തിക്കുക. ഇതുപോലെ ബാത്റൂം പോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ അവിടെയും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഇത് മാറ്റമാണ് പള്ളികൾ പോലുള്ളതിൽ, വലതാ കടക്കാനിടതുമാണിറങ്ങുന്നതിൽ, വലങ്കാലു വച്ച വീടതിൽ കടക്കേണ്ടത്, അത് ആദ്യമായി വെച്ചാണ് നീ ഇറങ്ങേണ്ടത്. എന്നാൽ പള്ളിയിൽ കയറുമ്പോ വലതുകാല് മുന്തിച്ചിട്ടും ഇറങ്ങുമ്പോ ഇടതുകാല് മുന്തിച്ചിട്ടുമാണ് ഇറങ്ങേണ്ടത്. അതുപോലെ തന്നെ വീട്ടിൽ കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വലതുകാല് വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. അതാണ് പറഞ്ഞത്, വലങ്കാല് വെച്ച വീടതിൽ കടക്കേണ്ടത്, അത് ആദ്യമായി വെച്ചാണ് നീ ഇറങ്ങേണ്ടത്. വലങ്കാല് വെച്ചിട്ടാണ് കയറേണ്ടത്, അതേ കാലം ആദ്യമായി വെച്ചാണ് നീ ഇറങ്ങുകയും ചെയ്യേണ്ടത്. ഇത് മദ്ഖലിൽ നീ നോക്കിയാൽ കാണുന്നതാ, 198 ഒന്നിൽ വന്നതാ. മദ്ഖൽ എന്ന് പറഞ്ഞാൽ കിതാബിന്റെ പേരാണ്, ആ കിതാബിൽ നോക്കാനാ പറയുന്നത്. നീ പാദരക്ഷ ധരിക്കണം എന്നുള്ളതാ, തലയും മറക്കല് ഏറ്റവും വേണ്ടുന്നതാ. ചെരുപ്പ് ധരിക്കണം, തലമറക്കണം, അതാണ് പറഞ്ഞത്. കാഷ്ടത്തിലും മൂത്രത്തിലും തുപ്പല്ലേ, അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ. കാഷ്ടത്തിലും മൂത്രത്തിലും തുപ്പാൻ പാടില്ല, അത് സ്വന്തം കാഷ്ടിച്ചതാണെങ്കിലും തുപ്പാൻ പാടില്ല, മറ്റുള്ള ആരും കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തുപ്പാനും പാടില്ല, അതാണ് പറഞ്ഞത്. അതിന് എന്താ, അങ്ങനെ തുപ്പിയാൽ എന്താ പ്രശ്നം? അത് രക്തദൂഷ്യം പിടിപെടാനിടയുള്ളതാ, അതുമാത്രമല്ല സുവാസിനാൽ കുഴയുന്നതാ. എന്താ? രക്തദൂഷ്യം പിടിപെടാനിടവരും, അതുപോലെ തന്നെ വസ്വാസ് ഉണ്ടാകാനും കാരണമാകും. കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി, ഇനിയാണ് അങ്ങോട്ട് കാരണങ്ങൾ ഓരോന്നോരായി വരുന്നത്. പല്ലിന്റെ വെള്ള നിറം മറഞ്ഞതു തന്നെ, അത് നോക്കെടോ നീ മഞ്ഞ നിറമാ പിന്നെ. മൂത്രത്തിലും കാഷ്ടത്തിലും തുപ്പുന്നത് കൊണ്ട്
പല്ലിന്റെ കളർ മാറിയിട്ട് മഞ്ഞ കളറാകുമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. മൂക്കളയതിൽ പിഴയുന്നതും ഹമ്മുള്ളതാ, അതുമാത്രമല്ല കേൾവിയും കുറയുന്നതാ. നമ്മള് മൂക്ക് ചീറ്റിയിട്ട് ഈ മലമൂത്ര വിസർജനത്തിൽ ഇടാൻ പാടില്ല. എന്നാലോ ഹമ്മ് എന്ന് പറഞ്ഞാല് മനക്ലേശം, മനപ്രയാസം ഉണ്ടാകും. അതുപോലെ തന്നെ കേൾവി ശക്തി കുറയും. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. മൂത്രിക്കുവാനായി പോയിരുന്നാൽ പിന്നെ കാഷ്ടിക്കുവാനാണെങ്കിലും ശരി തന്നെ, തെക്കല്ല പല്ലതിനാലെ നെസിയാനുള്ളതാ, അതുകൊണ്ട് കണ്ണിന് കാഴ്ചയും കുറയുന്നതാ. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ പോയാൽ ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ പല്ല് തുടക്കുക. അത് പാടില്ല. മറവിയും വരും, കണ്ണിന് കാഴ്ചയും കുറയും എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അപ്പോ ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് എപ്പോഴും പല്ല് തേക്കരുത്. നീ അധിക സമയം അവിടിരിക്കലു ദോഷമാ, കരളിന് വേദന അർശസിവയാൽ ക്ലേശമാ. ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നാല് കരളിന് വേദന വരും. അതുപോലെ തന്നെ അർശസ് വരുന്ന, അർശസ് എന്ന് പറഞ്ഞാല് ഈ മൂലക്കുരു, പൈൽസ് എന്നൊക്കെ പറയുന്ന ആ രോഗം വരും. അത് സൂക്ഷിക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. കണ്ണും അടച്ച് വിസർജനം വേണ്ടാത്തതാ, അതിനാൽ നിഫാഖ് ജനിച്ചിടും എന്നുള്ളതാ. കണ്ണും അടച്ചിരുന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുക, അത് പാടില്ല. അതിനാല് നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപഢ്യം ജനിക്കും, കാപഢ്യം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇരുകരമിടയ്ക്കായി തല കൊടുത്ത് വിസർജനം ചെയ്യുന്നതായാൽ വേണ്ടതാണത് വർജനം, അതുകൊണ്ട് വെള്ളപ്പാണ്ട് വന്നെത്തുന്നതാ, ഹൃദയം കറുക്കും ലജ്ജയും നീങ്ങുന്നതാ. ഇരുകരമിടയ്ക്കായി തല കൊടുത്ത് വിസർജനം. ചില ആളുകൾ ബാത്റൂമിൽ ഇരുന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ തലക്ക് കൊടുത്ത് ഇരുന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യലുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അതിലൂടെ വെള്ളപ്പാണ്ട് വരും. അതുപോലെ തന്നെ ലജ്ജ ഇല്ലാതായി പോകും. വേറെന്താ പറഞ്ഞ്, ഹൃദയം കറുക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഭിത്തിക്കു ചാരി വിസർജനം ചെയ്യല്ലേ, അതിനാൽ രണ്ട് വിപത്തതും മറക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുതായിട്ട് ഇടത് ഭാഗത്തേക്കൊന്ന് ചരിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോ ഭിത്തിക്ക് ചാരാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. ഭിത്തിക്ക് ചാരുന്നതുകൊണ്ടുള്ള പ്രശ്നം പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അതാണ് ഇവിടെ ബഹുമാനപ്പെട്ടവര് പറയുന്നത്. ഭിത്തിക്ക് ചാരിയാൽ രണ്ട് പ്രശ്നം വരുന്നുണ്ട്. അതിലൊന്നവന്റെ മുഖപ്രസന്നത നീങ്ങും, വയറിനു പെരുക്കം സംഭവിച്ചതു വീങ്ങും. മുഖപ്രസന്നത ഇല്ലാതാകും പറഞ്ഞാല് നമുക്കൊരു പോസിറ്റിവിറ്റി അല്ലെ, എന്തിനോടുള്ള ഒരു മുഖപ്രസന്നത, ഒരു പോസിറ്റീവ് അതില്ലാതാകും. അതുപോലെ തന്നെ വയറിനു പെരുക്കം സംഭവിച്ചത് വീങ്ങും, വയറ് വീങ്ങി വീങ്ങി വരും. നമ്മുടെ ഈ ഗ്യാസ് എല്ലാം പിടിച്ചിട്ടാകുമ്പോണ്ടാകുന്നില്ല ഒരു അസ്വസ്ഥത, അതുപോലെ വയറ് വീങ്ങി വരുന്നാണ് പറയുന്നത്. മനോഹരം ചെയ്തു കഴിഞ്ഞു കല്ലും കട്ടയും, മലമൂത്രമിൽ തള്ളല്ലേ നീ അത് തീരയും. മനോഹരം ചെയ്യുന്ന വിഷയമാണ് ഈ പറഞ്ഞത്. അതായത് നമുക്ക് വെള്ളം കിട്ടിയില്ല എങ്കിൽ കല്ലുകൊണ്ട് അല്ലെങ്കിൽ മണ്ണിന്റെ കട്ട കൊണ്ട് ഒക്കെ മലമൂത്ര വിസർജനം ചെയ്തിട്ട് ശുദ്ധിയാക്കാം എന്നാണല്ലോ. അങ്ങനെ ആ ശുദ്ധിയാക്കിയിട്ട് ആ കല്ല് അല്ലെങ്കിൽ ആ മനോഹരം ചെയ്ത കട്ട അതേ മലമൂത്രത്തിൽ എറിയാൻ പാടില്ല. അങ്ങനെ എറിഞ്ഞാലോ കിവാഴു പോക്കുണ്ടായി നീ വലയുന്നതാ, പല്ലിനു കേടുഭവിച്ചതും ഇളകുന്നതാ. അതായത് കീഴ്വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അസുഖം പിടിപെടും. അതൊക്കെ വന്നു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒളു എടുത്തിട്ട് ചിലപ്പോൾ നിസ്കരിക്കാൻ പോവായിരിക്കും, കീഴ്വായു പോയി കഴിഞ്ഞാൽ ഒളു മുറിയും. അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ കീഴ്വായു പോകാൻ തുടങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് മുഴുവനും നീ ബിഗയിൽ കാണുന്നതാ, 24-ാം പേജതിൽ വിവരിച്ചതാ. നിയമത്തിനൊത്ത് നടക്കുവാൻ തൗഫീഖ് താ, അത് റബ്ബനാ നീ തന്നെ നൽകേണ്ടുന്നതാ.
നബി തങ്ങളിൽ ഗുണം ചെയ്യണേ നീ എന്നും, അതുപോലെ ഇലാഹി കുല്ല അസ്ഹാബിന്നും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ടവർ കിതാബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ അവർ ഇന്ന കിതാബിലുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന കിതാബിൽ ഇത്രാമത്തെ വാള്യത്തിൽ ഇത്രാമത്തെ പേജിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും അവിടുന്ന് അവിടുത്തെ അസ്ഹാബ് കാണിച്ചു തന്നതും കിതാബുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞതും അത് തന്നെയാണ് ആദ്യം നമ്മൾ പരിഗണിക്കുന്നത്, അല്ലെ? അതിലേക്കാണ് പിന്നെ ഈ ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും ശാസ്ത്രം ആദ്യം ഒന്ന് പറയും, പിന്നെ മാറ്റി പറയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വിഷയവും ഇന്നേ വരെ മാറ്റിയിട്ടില്ല, ഇനി മാറ്റൂല്ല. കാരണം എന്താ? അല്ലാഹു തആലയാണ് എല്ലാം കാണിക്കുന്നവൻ, അല്ലാഹു തആലയാണ് എല്ലാം ചെയ്യുന്നവൻ, അല്ലാഹുവിനിക്ക് മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അപ്പൊ ആ അല്ലാഹു തആല ഇറക്കിയ ഖുർആന്, അല്ലാഹു തആല നബിയായി പ്രഖ്യാപിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരൊക്കെ പറഞ്ഞു തരുന്നതിൽ പിന്നെ എവിടെയാണ് തെറ്റുണ്ടാവുക? ഒരിക്കലും തെറ്റുണ്ടാവില്ല. ഇതുവരെ വന്നിട്ടുള്ള ഇനി വരില്ല. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല പണ്ട് വെല്ലുവിളിച്ച ആ ഒരു വെല്ലുവിളി ഇന്നും പരിശുദ്ധ ഖുർആനിലില്ലേ? എന്താ? പരിശുദ്ധ ഖുർആനിലുള്ള ഒരു സൂറത്ത് പോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ എന്ന് പണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിച്ച വെല്ലുവിളി അന്നത്തെ വലിയ 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 തലതൊട്ടപ്പന്മാരായ കവികള് അവരൊന്നും പരിശ്രമിച്ചിട്ട് കാണാൻ 3 ആയത്തുണ്ടെങ്കിൽ ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ. ഇന്ന ആഴ്ത്തോയിനാക്കൽ കൗസർ എന്നുള്ള സൂറത്ത്, അതുപോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇല്ല. ചില ആളുകൾ ഒരു സൂറത്ത് കൊണ്ടുവന്നു. ഏതാ സൂറത്ത് എന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞിട്ട് ആ ആനയെക്കുറിച്ചും ആനപ്പട്ടാളത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സൂറത്ത് ഉണ്ടല്ലോ. ആ സൂറത്ത് പോലത്തെ ഒരു സൂറത്ത് ചില ആളുകൾ കൊണ്ടുവന്നു. എങ്ങനെയാ കൊണ്ടുവന്നത്? അൽഫീലു മൽഫീൽ ഒമാ അദ്റാക മൽഫീൽ, ആനയെന്ന് പറഞ്ഞാൽ ഒരു ആനയാണ്, അതിനിക്ക് വാലുണ്ട് തുമ്പിക്കയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സൂറത്ത് കൊണ്ടുവന്നത്. അപ്പൊ അതുപോലെയാണ് ആ അന്ന് വെല്ലുവിളിച്ച വെല്ലുവിളി ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൊണ്ടുവരുന്ന ഒരു കാര്യവും ഒരിക്കലും പിഴച്ചിട്ടില്ല, ഇനി പിഴക്കൂല. അപ്പൊ ആ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരുപാട് രോഗങ്ങള്, പൈൽസിനെ കുറിച്ച് പറഞ്ഞു, കരള് രോഗത്തിനെ കുറിച്ച് പറഞ്ഞു, വയറ് വീർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, കേൾവിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കാഴ്ചയെ കുറിച്ച് പറഞ്ഞു, പല്ല് മഞ്ഞ നിറം വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.